വിനീതിലേക്ക്. വിനീത, ഇപ്പോൾ വാൻഹായ് 503 എന്ന കപ്പൽ കേരള തീരത്തു നിന്നും 120 കിലോമീറ്റർ ഉൾക്കടലിലാണ് അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ പൊട്ടിത്തെറിയുടെ സ്വഭാവം എന്താണ് എന്നും എന്ത് തരം ചരക്കാണ് എന്നതിലും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. കുറേ പേരെങ്കിലും കടലിൽ ചാടി രക്ഷപ്പെട്ടിരിക്കുന്നു, കുറേ പേർക്ക് പൊള്ളലേറ്റു എന്നതിൻ്റെ വിവരം. ഇപ്പോൾ ഡോണിയർ വിമാനം പുറപ്പെട്ടല്ലോ, അത് വളരെ പെട്ടെന്ന് തന്നെ എത്താനല്ലേ സാധ്യത? അത് തന്നെയാണ് സ്മൃതി. 144 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഉൾക്കടലിലാണ് കോഴിക്കോട് തീരത്ത്, അതായത് 140 കിലോമീറ്റർ അകലെയാണ് ഉണ്ടായിരിക്കുന്നത്. 20 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട്. പല പൊട്ടിത്തെറികളും തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. നമുക്കിപ്പോൾ അതിൻ്റെ ഫോട്ടോ ലഭ്യമായിട്ടുണ്ട്. കപ്പലിലെ തൊഴിലാളികളെ എത്തിച്ച ചികിത്സ നൽകുന്നതിന് വേണ്ടി എറണാകുളം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 18 പേർ കപ്പലിൽ ചാടി. രക്ഷാബോട്ടുകളുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു എന്നതാണ്. അപ്പോൾ 44 പേരൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ 22 പേരെ കപ്പലിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ എന്നാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം. അതിൽ 18 പേർ കടലിൽ ചാടിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. കപ്പലിൽ തന്നെ രക്ഷാബോട്ടുകളുണ്ട്. ഇവർ അതിൽ ചിലർ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. കപ്പൽ നിലവിൽ മുങ്ങിയിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത്. സ്മൃതി, ഇപ്പോൾ നമുക്ക് ആ കപ്പലിന്റെ തീപിടിച്ച ദൃശ്യം കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടത്. പലതവണ പൊട്ടിത്തെറിയുണ്ടായി, തീപിടുത്തമുണ്ടായി. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള വിവരം അറിയേണ്ടതുണ്ട്. പക്ഷേ കണ്ടെയ്നർ കപ്പലിന് തീപിടിച്ചിരിക്കുന്നു. കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട സിംഗപ്പൂർ കപ്പലാണ്. കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട് മുംബൈയിലേക്ക് പുറപ്പെട്ട കപ്പലാണ്. നാളെ വൈകിട്ട് 4:30 എത്തിച്ചേരേണ്ട കപ്പലായിരുന്നു ഇപ്പോൾ ബേപ്പൂർ അഴീക്കൽ തുറമുഖത്തിൽ നിന്നും അല്പം അകലെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം സംബന്ധിച്ച് 680 എന്ന് കേൾക്കുന്നു. പക്ഷേ 20 കണ്ടെയ്നറുകളാണ് കടലിലേക്ക് വീണത് എന്നുള്ളതാണ്. 22 പേരിൽ 18 പേർ കടലിലേക്ക് ചാടിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനായി കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ പുറപ്പെട്ടിട്ട് ഏതാണ്ട് അരമണിക്കൂറായി, എത്താനായി എന്ന് വേണം അനുമാനിക്കാൻ. അതുകൂടിയല്ലേ വിനീത, ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിന്റെ രക്ഷാപ്രവർത്തനം, അതായത് കടലിൽ ചാടിയവരെ കരയ്ക്കെത്തിക്കുക എന്ന ദൗത്യമാകുമല്ലോ ആദ്യം. സ്മൃതി, ഇതൊരു ആകാശ ദൃശ്യമാണ്. നമുക്ക് മനസ്സിലാക്കുന്ന ഡോണിയർ വിമാനത്തിൽ നിന്നുള്ള ആദ്യ ദൃശ്യങ്ങൾ, പകർത്തിയ ദൃശ്യങ്ങളാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു ഭാഗത്ത് നിന്നാണ് പുകച്ചുരുളുകൾ ഉയരുന്നത്. ഏതാണ്ട് മധ്യഭാഗത്തായാണ് തീ പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. കപ്പലിൽ പൂർണ്ണമായും തീ പടർന്നിട്ടില്ല എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ചില കണ്ടെയ്നറുകളിലാണ് തീ പിടിച്ചിരിക്കുന്നത്. മറ്റ് കണ്ടെയ്നറുകൾ, ഈ ഫോട്ടോ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് കണ്ടെയ്നറുകൾ സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ളതാണ് ആ ഭാഗത്ത്. പക്ഷേ ഇത് നടുഭാഗത്താണ് തീ പിടിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് ആശങ്ക. അവിടെ നിന്ന് നിരവധി കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിൽ പതിച്ചിരിക്കുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം അനുസരിച്ച് 20 കണ്ടെയ്നറുകൾ, അതായത് മധ്യഭാഗത്തു നിന്നുള്ള 20 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഏതായാലും രക്ഷാദൗത്യം ഇപ്പോൾ തന്നെ ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ സംഘം അവിടെ കപ്പലിനടുത്ത് എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഇതിലുള്ള ജീവനക്കാരെ രക്ഷിക്കുക എന്നതാണ്. 18 പേർ കടലിൽ ചാടി എന്ന് പറയുമ്പോൾ ജീവനക്കാരുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി മനസ്സിലാക്കണം. കാരണം ഇവരെ രക്ഷാബോട്ടുകളിൽ കയറ്റി എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കപ്പലിലുള്ള ജീവനക്കാരെല്ലാം തന്നെ പരിശീലനം ലഭിച്ചവരായതുകൊണ്ട് തന്നെ അവർക്ക് നീന്തി ഈ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നതേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കും. മറ്റ് 4 പേരുടെ നില എന്താണ് എന്നറിയണം. ഏതായാലും ഡോണിയർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 22 ജീവനക്കാർ എന്ന് സ്ഥിരീകരിക്കുന്നു. ഇതിൽ 18 പേർ കടലിൽ ചാടിയിട്ടുണ്ട് എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം. 20 കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിൽ പതിച്ചിട്ടുണ്ട്. ഏതാണ്ട് 600 കണ്ടെയ്നർ. നമുക്കറിയാം ചരക്ക് കപ്പൽ മുഴുവൻ ലോഡഡ് ആണ്. മുഴുവൻ ലോഡഡ് ആയിട്ടുള്ള ചരക്ക് കപ്പലാണ്. അതിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്താണ് തീപിടിക്കാനുണ്ടായ സാഹചര്യം എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ആ കപ്പലിന്റെ മധ്യഭാഗത്ത് ഉള്ള കണ്ടെയ്നറുകൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. വലിയ പുകച്ചുരുളുകൾ ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് കണ്ടെയ്നറുകളെല്ലാം ഏതാണ്ട് 3/4 ഭാഗം കണ്ടെയ്നറുകളും സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ആ തീയുടെ വ്യാപ്തി, ആ ഫോട്ടോ നമുക്ക് സൂം ചെയ്താൽ തന്നെ മനസ്സിലാകും. ആ തീയുടെ വ്യാപ്തി മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഈ ചരക്ക് എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കമ്പനി തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ ഒരു കപ്പൽ ദുരന്തത്തിന്റെ ആഘാതം നമുക്ക് മാറി. INS സൂറത്ത് ഉടൻ അപകട സ്ഥലത്ത് എത്തും എന്നുള്ളതാണ് നേവി ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകുന്ന വിവരം. INS ഗരുഡയിൽ നിന്നുള്ള ഡോണിയർ വിമാനമാണ് ഇപ്പോൾ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്.